ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യമാരെന്താ പറയുന്നത്? അപ്പനും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭർത്താവിനോട് പറ്റിച്ചേരും എന്നാണ്. പലയിടങ്ങളിലും പോകുമ്പോൾ, പല ഭവനങ്ങളെയും സന്ദർശിക്കുമ്പോൾ പൊതുവെ ഭർത്താക്കന്മാർ പറയുന്ന പരാതിയാണ്, ഭാര്യമാർ പറയുന്ന പരാതിയാണ്, അച്ഛാ പറ്റിച്ചേർന്നതല്ല, പറ്റിച്ചു ചേർത്തതാണ് എന്നാണ് പറയുന്നത്. കാരണം ഇതിനേക്കാൾ മികച്ച ഒത്തിരി ആലോചന വന്നിരുന്നു, ഇതിനേക്കാൾ മികച്ച പുരുഷന്മാർ എന്നെ കാണുവാനായി വന്നിരുന്നു. പറ്റിപ്പോയച്ചാ, പറ്റിച്ചു ചേർത്തതാണ് എന്നാണ് പലരും സങ്കടത്തോടെ പറയുന്നത്. എന്നാൽ ഓർക്കണമേ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് തക്കതായ തുണയാണ് എന്ന് മനസ്സിലാക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തുണ തക്കതായ തുണ. നമ്മുടെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെ പെരുമാറ്റ രീതി അനുസരിച്ച് ഇതിലും മികച്ച ഒരു ഭർത്താവിനെ കിട്ടാനില്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ രീതി അനുസരിച്ച്, നമ്മുടെ സ്വഭാവ രീതി അനുസരിച്ച്, നമ്മുടെ പെരുമാറ്റം അനുസരിച്ച് ഇതിലും നല്ലൊരു ഭാര്യയെ കിട്ടുവാനായിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇത് തക്കതായ തുണയാണ് എന്ന ബോധ്യത്തോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എപ്പോഴാണോ ഈ ചിന്ത നഷ്ടപ്പെടുന്നത്, നൽകിയിരിക്കുന്നത് തക്കതായ തുണയാണ് എന്ന ചിന്ത നഷ്ടപ്പെടുന്നത്, അവിടെയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നൽകപ്പെട്ടത് തക്കതായ തുണ അല്ല എന്നൊരു ചിന്തയുണ്ടാകുമ്പോഴാണ് അപ്പുറത്തെ ചേട്ടൻ്റെ തുണയൊക്കെ നോക്കുവാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. മറ്റുള്ള സ്ത്രീകളെയും ഭാര്യയും തമ്മിൽ താരതമ്യം ചെയ്യുവാനായിട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നത്. മറ്റു പുരുഷന്മാരെയും ഭർത്താവിനെയും തമ്മിൽ താരതമ്യം ചെയ്യുവാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നത്. ഭർത്താവിനാണെങ്കിൽ മുടിയൊക്കെ കൊഴിഞ്ഞു, അപ്പുറത്തെ ചേട്ടന് ഒത്തിരി മുടിയുണ്ട്. താരതമ്യം ഉണ്ടാകുന്നത് നൽകപ്പെട്ടത് തക്കതായ തുണയാണ് എന്ന ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകിയത് തക്കതായ തുണയാണ് എന്ന ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകണമേ.